ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നും നമ്മുടെ വീട്ടിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് അത്യാവശ്യം പണികളൊക്കെ ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ കൊള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ കൊള്ളി ഒരു ഈസി റെസിപ്പിയായിട്ട് ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റിന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ ആണെങ്കിൽ കൊള്ളി പുഴുങ്ങിയാലോ അല്ലെങ്കിൽ ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയാൽ കഴിക്കില്ല. അപ്പോൾ ഇതേപോലെ മുട്ടയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ കഴിക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളെ അടുത്ത് ലുലു ഫാമിലിയും പിന്നെ പ്രിയയും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ അതൊന്ന് കാണിക്കുകയോ ചോദിച്ച്. ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും ഏട്ടൻ കൊള്ളി മേടിച്ചു കൊണ്ടിരുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഏട്ടൻ വരുമ്പോൾ കൊള്ളി കൊടുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് അങ്ങനെ തന്നെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത് നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. കൊള്ളി കഴിക്കാത്തവരും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും. കാരണം എൻ്റെ മക്കൾ കൊള്ളി പുഴുങ്ങിയാലോ അല്ലെങ്കിൽ ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയാലോ അങ്ങനെ കഴിക്കില്ല. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാണ്, അവർ കഴിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കൊള്ളി ഇതേപോലെ ചെറുങ്ങനെ നുറുക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അത്യാവശ്യം വെള്ളം മേലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊള്ളിയുടെ മേലെ നിൽക്കണ പോലെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല കൊഴുപ്പുള്ള ഒരു കൊള്ളിയാണ്. അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ മേലേക്ക് തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഊറ്റിയെടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കണത്. അപ്പോൾ നമ്മുടെ കൊള്ളിയൊക്കെ വെന്തു. അപ്പോൾ ഞാനത് ഇറക്കി വെച്ചു. അതിന് ശേഷം നമ്മുടെ ഉരുളി കയറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് ഇത്തിരി അടി കട്ടിയുള്ള പാത്രങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ സുഖമാണ്. അപ്പോൾ നല്ലോണം ഇത് ഇങ്ങനെ ഇളക്കിയെടുക്കാനും പിന്നെ അടുക്കി പിടിക്കുക ഒന്നും ചെയ്യില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഉരുളി തന്നെ വെച്ചത് കേട്ടോ. അത്യാവശ്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കൊള്ളിയിലേക്കുള്ള സംഭവങ്ങളൊക്കെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവോള ആദ്യം ഇട്ട് കൊടുത്തു. വെളിച്ചെണ്ണ മൂത്ത് വന്നപ്പോൾ എന്നിട്ട് സവോളയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പിൻ്റെ പൊടി ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മുടെ നീളൻ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചി നല്ലപോലെ ചതച്ചിട്ടാണ് ഇഞ്ചി ഇട്ട് കൊടുത്തത്. അത് ഇടയ്ക്ക് കടിക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ അതും കറിവേപ്പിൻ്റെ ഇലയും പിന്നെ എന്താ പറയുക പൊടികളാണ് പിന്നെ ഇട്ട് കൊടുത്തത്. ആദ്യം ഒരു ടീസ്പൂണ്, ചെറിയൊരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു ചെറിയ ടീസ്പൂണിൻ്റെ 3/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. അതിന് ശേഷം നമ്മൾ 4 മുട്ടയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ആ മുട്ടയിലേക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ അടിച്ചിട്ട് അവിടെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മുട്ട നല്ലപോലെ വേവാൻ പാടില്ല കേട്ടോ. അത് ഒഴിച്ച് ഒന്ന് ഇളക്കിയപ്പോൾ തന്നെ നമ്മുടെ വേവിച്ച് വെച്ച കൊള്ളി ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഇത്തിരി മസാലയുടെ പൊടിയും കൂടി, നമ്മുടെ വീട്ടിലൊക്കെ പൊടിക്കുന്ന മസാലപ്പൊടി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുകയാണ് ചെയ്യണത്. അതിന് ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടണ വരെ ചെറിയ തീയിൽ അങ്ങനെ ഇട്ടിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. പിന്നെ ഇത്തിരി നേരമൊക്കെ തുറന്ന് വെച്ച് കത്തിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലപോലെ അതേ കണ്ടില്ലേ വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ട് വന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഇത്. അങ്ങനെ ഇങ്ങനെ ഇനി ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അത് നല്ല കൊള്ളിയായിരുന്നു. നല്ല ഉടഞ്ഞ് വരുന്നുണ്ടായിരുന്നു. ഉടയ്ക്കാൻ പറ്റുമെന്ന് വെച്ചെങ്കിൽ അതിലിട്ടിട്ട് നല്ലപോലെ ഉടച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ കുറേയൊക്കെ അതിലിട്ടിട്ട് ഉടച്ചു. അങ്ങനെ നമ്മുടെ കൊള്ളിയൊക്കെ ഇവിടെ ആയി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയി. എന്നിട്ട് ഇറക്കി കൊണ്ടുവയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ അടുപ്പത്ത് ചോറിനുള്ള വെള്ളം വെച്ചു. പിന്നെ അതിൽ അരി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറൊക്കെ ചായയൊക്കെ കുടിച്ച് വരുമ്പോഴേക്കും ചോറ് വേവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അരിയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ പോയിരുന്ന് ചായ കുടിച്ചു. പിന്നെ നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തരിക ഉണ്ടാക്കണതൊന്ന് കാണിക്കുമെന്ന്. ഞാൻ കാണണമൊക്കെ ഉണ്ട് കമൻറ്റ് എഴുതണത്. മുന്നേ ഒരു ദിവസം ഞാൻ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കഴുങ്ങിൻ്റെ പാളയുണ്ടല്ലോ അതൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതാണ്. പിന്നെ അതിന് സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ അത് പിന്നെ അവിടെ ഇട്ടു. എന്തായാലും കാണിക്കുന്നുണ്ട്. എനിക്കും അത് ഉണ്ടാക്കാനൊന്നും അറിയില്ല. ഇതെനിക്ക് എൻ്റെ അമ്മേനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലും അങ്ങനെ തരിക ഉണ്ടാക്കാൻ പറ്റുവെച്ചെങ്കിൽ ഒന്ന് ഉണ്ടാക്കിച്ചിട്ട് കൊണ്ടുവരും അമ്മ എന്ന്. അപ്പോൾ അമ്മയ്ക്ക് ഒരു ചേച്ചി ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. അത് കണ്ടപ്പോൾ സംഭവം എളുപ്പമാണ്, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഒരു ദിവസം ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിള്ളേരൊക്കെ ട്യൂഷന് പോയി, ഏട്ടൻ കൊണ്ടാക്കി. അത് കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴേക്കും ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചോറൊക്കെ ഒന്ന് ഊറ്റി വയ്ക്കണം, ഊറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ
നമ്മുടെ അതേ പരിപ്പ് കഴുകിയിട്ട് അടുത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പ് കുത്തി കാച്ചാൽ പിന്നെ നമ്മുടെ ഇന്നലത്തെ ബീഫിൻ്റെ കറി കുറച്ചും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നല്ലപോലെ വറ്റിച്ച് റോസ്റ്റ് പോലെ ആക്കിയെടുത്താൽ അതും ഉച്ചയ്ക്ക് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞങ്ങളെ പഴയ വീടിൻ്റെ അവിടുത്തെ ഒരു കുട്ടിയുടെ എൻഗേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനും പോകണം. അപ്പോൾ അതിനുള്ള ഒരു തിക്കും തിരക്കുള്ള പണികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ ഉണ്ട്. ചാച്ചിക്കുട്ടീനെ കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. ചാച്ചിക്കുട്ടി രാവിലത്തെ എൻ്റെ പണിയുള്ള സമയത്തൊന്നും അവൾ എണീക്കില്ല, അതെപ്പോഴൊന്നും എണീച്ചിട്ടില്ല. അത് നല്ല നേരം വൈകിട്ടാണ് കിടന്നുറങ്ങുള്ളൂ. പിന്നെ ഉച്ചയ്ക്കൊന്നും അവൻ ഉറങ്ങാത്ത കാരണം കൊണ്ട് പിന്നെ ഇത്തിരി നേരം വൈകിട്ടാണ് എണീക്കുക. അപ്പം ഞാൻ വിളിച്ച് എണീപ്പിക്കുകയൊന്നുമില്ല. അവളെ എണീച്ച് വരുമ്പോൾ എണീക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് ചെയ്യുക. ചിലപ്പോൾ 10 മണിയുടെ അടുത്തേക്കൊക്കെ ആവും എഴുന്നേറ്റ് വരുമ്പോൾ. അങ്ങനെ പരിപ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ മുറ്റം ഒന്ന് അടിച്ചു വാരിയിട്ടു. അപ്പോഴേക്കും നമ്മുടെ പരിപ്പൊക്കെ തിളച്ച് പൊന്തി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇത്തിരി മൂടി തുറന്ന് വെച്ചിട്ട് പിന്നെ അവിടെ വെച്ചു. അവിടെ ചെറിയ തീയിൽ കിടന്നിട്ട് വേവട്ടെ. പിന്നെ അത് കാച്ചി വെച്ചിട്ട് പിന്നെ ചാച്ചിക്കുട്ടിയൊക്കെ അപ്പോഴേക്കും എണിച്ച് വരും. അപ്പോൾ അവളെനൊക്കെ പുറപ്പെടുവിപ്പിച്ചിട്ട് പോകാമെന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത്തിരി അധികം തന്നെ തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി ഇട്ടിട്ട് വേണം പോവാനായിട്ട്. പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഇന്നലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്ലോഡ് ചെയ്തതല്ല, ഞാനതിൽ വോയിസ് കൊടുക്കലും എഡിറ്റ് ചെയ്യലൊക്കെ ചെയ്തു വെച്ചു. പിന്നെ ഈ പരിപാടിക്ക് പോയി വന്നതിന് ശേഷമാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അങ്ങനെ ഏട്ടൻ ഞങ്ങളതിനെ കൊണ്ടുപോക്കിയിട്ടാണ്. പിന്നെ നമ്മുടെ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയണം. കുക്കിംഗ് മാത്രമാകുമ്പോൾ ഒരു രസമില്ല. പിന്നെ നമ്മുടെ ഫാമിലി ഫോട്ടോസൊക്കെ ഒന്ന് ഇടുമോ എന്നൊക്കെ കുറേ പേര് കമൻറ്റുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എല്ലാതും നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എടുത്ത് വയ്ക്കട്ടെ. ഇന്നോ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മുടെ ഇടുന്നുണ്ട്, ഫോട്ടോസൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ആരും വിട്ടു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയ്ക്കൊക്കെ തന്നെ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.